തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ നികുതിയൊന്നും ഏർപ്പെടുത്താതെ ഇടതുപക്ഷത്തിന്റെ 5 വർഷത്തെ ഭരണത്തിലൂടെ സംസ്ഥാനത്ത് ആഭ്യന്തരമായി വരുമാനം വർദ്ധിച്ചതുകൊണ്ടാണ് വികസനത്തിനോ ക്ഷേമത്തിനോ ഒരു മുടക്കവും വരാതിരുന്നത്. അതിന്റെ തുടർച്ചയായി ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 3 മാസത്തെ വരുമാനവും വർദ്ധിച്ചു. തനത് വരുമാനത്തിന്റെ വരുമാനം വർധനവ് വേറെയുണ്ട്. എന്നിട്ടും എന്തേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരുന്നത്? എന്നിട്ടും എന്തേ LDF സർക്കാരിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തുക വെട്ടിക്കുറച്ചത്? ഈ ചോദ്യത്തിന് മുഖ്യൻ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ശ്രീ VD സതീശൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യമാവില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പറയണം. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ എന്തുകൊണ്ട് UDF സർക്കാരിന് കഴിയുന്നില്ല എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ ഉണ്ടായ കൃത്യമായ കാരണം പൊതുജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. K. അമ്പാടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ, വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K. രാജ്മോഹൻ, വിവിധ കക്ഷി നേതാക്കളായ PK നിഷാന്ത്, PP രാജു, KC പീറ്റർ, KK വത്സലൻ, CK നാസർ എന്നിവർ സംസാരിച്ചു. KV രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.